ഓക്കെ ദളപതിനെ മലയാളം കേട്ടോ വർക്കാകുക. ഞാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ ഇടയ്ക്ക് കുറേ സർക്കിൾ വരുന്നു. എനിവേസ് ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിരിക്കുകയാണ്, പെയ്ഡ് മൈൻക്രാഫ്റ്റ്. ഇപ്പം എൻ്റെ ഇതെല്ലാം സേഫാണ്. എൻ്റെ വേൾഡ് ഇത് മാത്രം വെച്ചാൽ എൻ്റെ വേൾഡ് സേഫാണ്, ഡിവൈസും സേഫാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൈൻക്രാഫ്റ്റ് ക്രാക്ട് കയറ്റിയിട്ട് എൻ്റെ ഡിവൈസ് വൈറസ് കയറി. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒഫീഷ്യൽ മൈൻക്രാഫ്റ്റ് തന്നെ പൈസ കൊടുത്ത് കയറിയിട്ടുണ്ട്, 29 രൂപയ്ക്ക്. എന്നാണെങ്കിലും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ സർവൈവൽ സീരീസ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇതായിപ്പോയി. ഇത് വർക്കൗട്ടാകും, നമുക്ക് നോക്കാം. ഓക്കെ ലോഡായി. നല്ലോ. യെസ്, നല്ല സ്പോൺ. ജംഗിൾ ബാങ്കിൽ സ്പോൺ അയക്കുന്ന എൻ്റെ തേങ്ങ. അതാണ് ഞാൻ ദൂരെ കിടന്നത്. വാട്ട് ഈസ് ദാറ്റ്? അത് വില്ലേജ് അല്ലേ? അവിടെ അതെ വില്ലേജാ. എൻ്റെ വീണേനെ. എൻ്റെ മോനെ ചെത്ത് സാധനം സ്പോണിൻ്റെ തൊട്ടടുത്ത് തന്നെ വില്ലേജ്. കഴിഞ്ഞ സീസണിനടുത്ത് തന്നെ സ്പോൺ തന്നെ വില്ലേജിനെ ഉണ്ടാക്കിയോട്ടായിരുന്നു. പ്രസൻ സെറ്റായിരുന്നു. ഇനിയിപ്പോൾ അമ്മമാരെ ഊറ്റി ജീവിക്കാം. നമ്മൾ എന്നതിനടുത്ത് കഷ്ടപ്പെടുന്നേ. ഓക്കേ. ബീട്രൂട്ട് ഇതെടുത്തൊക്കെ ആവശ്യം വരും. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഫാമൊക്കെ പണിയാൻ. ഇവനെ അവിടെ നിന്ന് തേങ്ങ വീഴുന്ന എടുത്ത് വീണിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു ആരെയും നടാൻ പിന്നെ കേട്ടോ അടിവൻ. ഓക്കെ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സച്ച് എ ഹ്യൂജ് വില്ലേജ്. മോനെ സെറ്റ്. അതിനോട് ഒന്നും ചെയ്യണ്ട. ഇവിടെ ഉണ്ട് പൊട്ടറ്റോ. ഇത് ബീട്രൂട്ട് മാത്രമേ ഉള്ളോ? എന്ത് മതി. ഇവിടെ ക്യാരറ്റും ഉണ്ട്. നട്ടേക്കാം, എടുത്തേക്കാം. ഇന്ന് ചോദിക്കും പറയുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട് ഞാനങ്ങ് എടുക്കുന്നു, മതി. ഇവനിവിടെ ഫുൾ ടൈം ഇല്ലാത്തല്ല. നെക്സ്റ്റ്. ഓക്കെ സെറ്റ്. ബെഡിങ് കിട്ടി. വേണ്ട, വേറെ എടുക്കാം. നമ്മൾ സർവൈവൽ തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണിച്ചർ ബേസിക് ആയിട്ടുള്ള സാധനമൊന്നുമില്ലേ. നമുക്കെന്നാൽ അത് തന്നെ പോയി എടുക്കാം. ഈ വില്ലേജ് കറങ്ങാൻ മാത്രമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓട്ടെ, എന്താണ്ടോ കറങ്ങാൻ മാത്രം. ഇല്ലൊരു കുഞ്ഞു വീട്. അതാ മറ്റേ സൈസ് വീട് തന്നെ ഇല്ലേ. പിന്നെ മണ്ടയ്ക്ക് ഒരു വേറെ സൈസ് വീടുണ്ട്. ഇതിനകത്ത് കാണുന്ന ചേടുന്നുണ്ടോ? ആ വീട് പോയി നോക്കട്ടെ. ആ വീടിൻ്റെ അകത്ത് ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിനകത്ത് ബെഡുണ്ട്. ഇതെടുക്കാം. ചെസ്റ്റിനകത്ത് എന്തോ ഉള്ള സീന്. ഞാനും കൂടി ഇതിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എമറാൾഡ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് വില്ലേജ് എനിക്കൊന്ന് മതി കറങ്ങി കണ്ടത്. കുറേ നേരിട്ട് കറങ്ങി തുടങ്ങിയാന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി കയറ്റി വെക്കാം. ഇനി എന്താ വൃത്തിയാണെന്നറിയോ? ഓക്കെ. എന്നാ ഡൈറ്റ് എക്സ്ട്രാ ഇങ്ങനെ. ഓക്കെ ഇനി നല്ല ബേസിക് ആയിട്ട് സാധനങ്ങളൊന്നും ഇല്ല. നമുക്കത് അത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതിനകത്തും കറങ്ങാൻ മാത്രമൊന്നും ഇല്ല. ഞാൻ അതിന് മരം കണ്ടുപിടിക്കും. തൊട്ടടുത്തുള്ള മരം മുറിയിൽ എനിക്ക് അതിന് വേണ്ടി 1, 2, 3 മീറ്റർ നടക്കുന്ന മേല ഇവിടെ കാണേണ്ടതാണ്. ഉണ്ട്, ആണ്ടിരിക്കുന്നൊരു മരം. ഇതും ചെറുത്, ഇത് തന്നെ മതി. ഇതുവരെ ഈ വീഡിയോ കാണുന്നതായാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളായി കുറച്ച് സ്റ്റിക്സൊക്കെ ആയിട്ടുണ്ട്. അവിടെ പിക്കെക്സ് ഒക്കെ അങ്ങനെ പ്രൈമറി വുഡൻ ടൂൾസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്
സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞ് എൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അതിനകത്ത് മൈൻക്രാഫ്റ്റിലെ കഴിയും. സോ ഞാൻ ഈ വേർഡ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും നേരം എന്നിട്ട് ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിളോ ഫർണൻസോ ജസ്റ്റോ ടൂൾസ് ഒന്നും പണിയാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോഴേ ഞാൻ ഓർത്തത് തന്നെ. ഇവിടെ അടുത്ത് കേവ് ഉണ്ടോ നോക്കാം. കേവല്ല സ്റ്റോൺ കിട്ടാൻ എന്തായാലും ഇപ്പം ഇത്രയുമൊക്കെ കുറേ കുന്നൊക്കെ ഇരിക്കുന്നില്ല, ഒരു സ്റ്റോൺ കിട്ടാതിരിക്കില്ല. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് നമ്മൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കേവ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കേവ്. ഇനി നമുക്ക് നമ്മുടെ ബേസിനകത്ത് നിന്നിട്ട് ടൂൾസ് പറയാം. പിന്നെ വേറൊരു കാര്യം കൂടെ, നമുക്ക് വില്ലേജ് സ്ഥിതിക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഫാംസിനകത്തൊക്കെ വില്ലേജേഴ്സിൻ്റെ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ ഈ ബ്രീഡിങ് ഫാം, ട്രെയിനിങ് ഹോൾ, അയൺ ഫാം, ഇതിനകത്തൊക്കെ വില്ലേജേഴ്സിൻ്റെ ആവശ്യമൊക്കെ വരും. സോ നമ്മളതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വില്ലേജേഴ്സ് എല്ലാം ഇവിടെ കാണുന്നൊരു ഉറപ്പില്ല, അവർക്ക് ഡീസ്പണം. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഈ ഒരു ഫാമിന് നമ്മൾ അത്യാവശ്യം തന്നെ 2 വില്ലേജേഴ്സിനെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കണം, അവർ ഡീസ്പോൺ ആവാതിരിക്കാൻ. സോ അതും ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ഈ വില്ലേജേഴ്സ് പോയാൽ പിന്നെ നമ്മൾ ഈ ഒരു കാര്യം നടക്കത്തൊന്നുമില്ല. സോ വില്ലേജേഴ്സിനകത്ത് എന്തായാലും അത്യാവശ്യമാണ്. നമുക്ക് ട്രേഡിംഗ് ഒക്കെ നടത്താനൊക്കെ കാര്യങ്ങൾ ഇത് ആവശ്യം വരും. സോ ഇവിടെ ഇത്ര നല്ല അടുത്തൊരു വില്ലേജും കിട്ടി, വില്ലേജേഴ്സിനെയും കിട്ടിയിട്ട് അവരെ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇച്ചിരി പാട് ഈ സർവൈവൽ വേൾഡിൽ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വില്ലേജേഴ്സിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണേ, ആകട്ടെ, ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നീഡ് വരുമ്പോൾ നമ്മൾ അവരെ പിടിച്ചങ്ങോട്ട് എന്ത് ചെയ്യണു, നമ്മുടെ ഓരോ ഫാംസിൽ നമ്മൾ അവരെ യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം അവരെ ബ്രീഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ട്രേഡിങ് ഹോളോ അല്ല ട്രേഡിങ്ങോ അല്ല എന്തെങ്കിലും ഫാമിനകത്ത് കൊണ്ട് നമുക്ക് അവരെ പണിയെടുപ്പിക്കണമെങ്കിൽ വില്ലേജർ ആദ്യം വേണം. നമ്മൾ അതിനെ അവരെ കാത്തു സൂക്ഷിക്കണം. ആദ്യം ഒരു ടൂൾസൊക്കെ വെച്ചിട്ടൊക്കെ മൈൻഡ് ചെയ്യണം. ഇതുമ്പോൾ നീ കൈ വെച്ചൊക്കെ പൊട്ടിക്കാന്ന് വെച്ചാൽ മരം ഭയങ്കര ബോറിങ് ആയിരുന്നു. ഇപ്പോൾ ആക്സിറ്റി വിളി സമാധാനം ചെയ്താൽ. പിന്നെ സ്പ്ലിറ്റ് കൺട്രോൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു. നാട്ടിൽ ഞാൻ ഇത്രയും 4 മിനിറ്റ് സർക്കിൾ വെച്ച് കളിച്ചോണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ സ്പ്ലിറ്റ് കൺട്രോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരുക. വാട്ടവർ, ഇതിനെ തട്ടിക്കൊന്നല്ല വേണ്ട, ആവല്ലേ പെട്ടെന്ന് ഒരു പുതിയ അപ്ഡേറ്റ് ഓടാനുള്ള ഓപ്ഷനാണ്. ഓടാനുള്ള ഓപ്ഷൻ അവർ മാറ്റിയെന്ന് തോന്നുന്നു. അത് നോക്കിയവിടെ ഓടുന്ന ഓപ്ഷൻ കാണുന്നില്ല. എന്ത് ചെയ്യണ്ട വാടക വീട്. ഇനി എനിക്ക് എന്താ ആവശ്യം, ഇനി കുറച്ച് സ്റ്റിക്സാണ്. കാരണം എനിക്ക് ബാക്കി സ്റ്റോൺ ടൂളും കൂടെ പണിയണം, പിന്നെ ആക്സും കൂടെ എനിക്ക് വേണം. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടും ക്രാഫ്റ്റ് ചെയ്യണം. അതിന് സ്റ്റിക്ക് ഷവലൊക്കെ വേണം. മൈൻക്രാഫ്റ്റ് വെച്ചിട്ട് കുറേ കാര്യം റെസിപ്പീസിലൊക്കെ എന്ത് കഴിഞ്ഞാൽ ആർക്കറിയാം. ഓക്കെ, ബോട്ടിന് ഷവല് വേണ്ടല്ലേ. ഓക്കെ, അങ്ങനെ എൻ്റെ അപ്ഗ്രേഡിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 ബോട്ട് ആണ് ഇതാക്കാൻ. ഇല്ല പിന്നെ വില്ലേജേഴ്സിനൊക്കെ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ. ഇതിനകത്ത് പോട്ടെ. പെട്ടെന്ന് ഇനി നമുക്ക് വില്ലേജേഴ്സിനെ അന്വേഷിക്കാം. സോ ഇവിടെ ആളിരിക്കുന്നു. അങ്ങനെ 2 പേരുണ്ട്. ഇത് പിടിച്ചിപ്പോഴും ട്രാപ്പ് ചെയ്യാം. തേടി വിളി കാലിക്കുറ്റി. ഇത് എവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. പുല്ല്. ഓക്കെ, ഇവിടുന്ന് ട്രാപ്പായി. ഇനി അടുത്ത ആളെ ട്രാപ്പ് ചെയ്യാം. ട്രാപ്പ് ചെയ്തിട്ട് 2 സ്ഥലത്താക്കണം. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, എന്തിപ്പോൾ എളുപ്പമായില്ലോ. ഇവിടെ കയറിയിരിക്കും. ഇവിടെ ഇരുന്നല്ലോ. ഇനി നമുക്കിതിനെ ഡ്രൈവ് ചെയ്ത് താഴേക്ക് കൊണ്ടിങ്ങനെ ഇറങ്ങണം. അവനും കയറി കമ്പനിക്ക് പോന്നു. പക്ഷെ ഇവനെ കൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഒരു ഫ്യൂഷൻ എന്താണ് ഇങ്ങനെ, പണ്ട് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു. ദൈവമേ, മാറ്റങ്ങൾ. ഇനിയും കട്ടാണ്. ഇല്ല രാത്രി ആകുമ്പോൾ സോംബീസ് കിട്ടി ഇവിടെ ഇട്ട് കൊല്ലും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. സോ
ഇവന്മാർക്കൊരു മറ ഉണ്ടാക്കാം. മതിയാവോ? ഇവിടെ അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവനും കയറി ഇല്ല, അതിനകത്ത് കയറിയിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ മറ ഇങ്ങനെ സൃഷ്ടിച്ച് പോവാം. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് എടുക്കും. ഒക്കെ പ്ലാങ്ക്സ് റെഡിയായി. ഒരു ടോർച്ച് ഇങ്ങനെ വെച്ച് പോവാം. ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരെണ്ണം അതിൻ്റെ അവിടെ ഇവിടെ ഒരെണ്ണം വെച്ചു. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരെണ്ണം. പൊട്ടിച്ചിതെല്ലാം കൂടെ. ഇവിടെ ഒരെണ്ണം വെക്കാൻ പറ്റുന്നില്ല. മുട്ട കാരണം ഇങ്ങനെ വെച്ചേക്കാം. എൻ്റെ അമ്മ ഇവിടുന്ന് സ്റ്റേഴ്സ് അല്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരെണ്ണം. ഇപ്പോൾ വയ്ക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലൊക്കെ ഇട്ട് വെക്കും. ഫുൾ കവറൊക്കെ ചെയ്ത് വെക്കാം. ഇതെപ്പോഴും മൈൻക്രാഫ്റ്റിനകത്തുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ വീഴുന്നത്. ഓക്കെ, അത് സെറ്റ്. അയ്യോ, വലിയ വീഴുകയും ചെയ്തു. എങ്ങനെ ഇറങ്ങും? ശരി, അത് ഓരോന്നും പോവുകയും ചെയ്തു, ഓരോ പണി ഒപ്പിക്കുകയും ചെയ്തു. ഇപ്പം എല്ലാം ഒന്നുകൂടെ പൊളിച്ചെടുക്കാം. എൻ്റെ ഒരു കഷ്ടമാണ് ഇതുങ്ങളെ കൊണ്ട്. ഇവിടെ കവർ എൻ്റെ ദേഷ്യം കൂടെ വരുന്നു. വല്ലാത്തൊരു കഷ്ടം ഇതുങ്ങളെ കൊണ്ട്. ഇത്രയും വലിയ തലയെ കൊണ്ടൊരു പണി ഒക്കത്തുമില്ല. കാര്യം സെറ്റ്. ഓക്കെ, ഇവിടെ വെച്ച് ഓക്കെ, എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള നിങ്ങളെല്ലാ ഫ്രണ്ട്സിൻ്റെയും വീഡിയോ ഷെയർ ചെയ്യുക. സോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ